ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു ഇതുണ്ട്. തിയേറ്ററിൽ മതിയെന്നു എടാ, തിയേറ്ററിൽ ചന്ദ്രനും കൂടെ വേണ്ടിയല്ലേ ഇവിടെ ആക്കിയത്. തിയേറ്റർ മതി. തിയേറ്ററിലാക്കണമെങ്കിൽ ഇനി ഇത് അപ്ലോഡ് ചെയ്ത് നല്ല സൈസ് ഉണ്ട്. അതാണ് നമ്മൾ ഇനി ഒരു 10-15 മിനിറ്റ് എടുക്കും. വലിയ സൈസ് ഒന്നും ഇല്ല. അപ്പൊ അപ്ലോഡ് ചെയ്യാന്നോ? ഇപ്പൊ ഇവിടെ കാണിക്കണ്ടേ? പിന്നെ സമയം ലേറ്റ് എത്ര മിനിറ്റ് ഉണ്ട്? ഇവിടെ മതി. ഓക്കെ ശരി. ചന്ദ്രൻ ഇവിടെയല്ലേ ഉള്ള? ചന്ദ്രൻ ഇവിടെ അപ്പൊ നമുക്ക് പുതിയ മെമ്പറിനെ റിവീൽ ചെയ്യാം ഗൈസ്. ഞാൻ വന്ന വീഡിയോ കാണിച്ചിട്ടല്ലേ? കേക്കാൻ കടന്നേട്ടാ. എടാ ഡിസ്കോഡിൽ വിളിച്ചാൽ മതി. ഒന്ന് ട്രാക്ക് ചെയ്തിടണേ പറയുമ്പോ. പിത്തൾജി വാസോണ്ടാന്ന് വിളിച്ചപ്പോ മറ്റേ കുഞ്ഞിക്കൂരല് കറക്റ്റ് ദിലീപ് വിളിക്കുന്നോലില്ലായിരുന്ന. അപ്പൊ എല്ലാരും സൈലന്റ്. എല്ലാരും ബി സൈലന്റ്. ഓക്കെ പ്ലേ അല്ല വെയിറ്റ്. സൗണ്ട് ഓക്കെ ഫുൾ സ്ക്രീൻ. ഓക്കെ സോ ഗൈസ്, പുതിയ മെമ്പർ, ന്യൂ മെമ്പർ ടു TV. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു റിക്രൂട്ട്മെന്റ്, വെളിയിലൊരു റിക്രൂട്ട്മെന്റ് വെക്കുന്നത്. സോ അപ്പം നമുക്ക് വെൽക്കം ചെയ്യാം. ലെറ്റ്സ് ഗോ. സുനി കിടിലോടാ, രോമാഞ്ചം. അല്ല ഹിന്ദിമോനൊന്നും അല്ല. ഇറ്റ്സ് എ പ്രഗ്നൻസി റിവീൽ. എന്റെ വൈഫ് പ്രഗ്നന്റ് ആണ്. ആൻഡ് ജൂനിയർ ഈഗിൾ കമ്മിങ്. സുനിമോനെ സിനിമയുടെ വിഷയം എടാ, ആ വീഡിയോ എനിക്ക് അയച്ചു കേട്ടോ. വീഡിയോ സുനി രോമാഞ്ചം വന്ന് കണ്ട്. ഇങ്ങളെ കൺഗ്രാറ്റ്സ്. അയ്യോ താങ്ക് യു ചേട്ടാ, താങ്ക് യു. എല്ലാവർക്കും താങ്ക് യു. നേരത്തെ പറഞ്ഞ വന്നാലും ഒരിക്കൽ കൂടെ ഇവിടെ ചാറ്റിലുണ്ടെന്ന് അറിയാം മോളെ. തക്കട് വാവ അധോലോകത്തിലെ അടുത്ത തക്കട് വാവ, മൂന്നാമത്തെ തക്കട് വാവയാണ്. നമ്മുടെ ആദ്യത്തെ ഇസക്കുട്ടി, പിന്നെ നമ്മുടെ കണ്ണൻ ചേട്ടന്റെ കുഞ്ഞിന്റെ വീട്ടിൽ വിളിക്കുന്ന പേരെന്തുവാ? പെറ്റ് നെയിം എന്താ? മൂന്നാമത്തെ നമ്മുടെ TVയിലെ തക്കടുവാവയാണിത്. ഞങ്ങളൊരു ഞാൻ വിചാരിച്ചത് RPയിലായിട്ട് തന്നെ എനിക്കത് റിവീൽ ചെയ്യണമെന്നായിരുന്നു ഒരു ആഗ്രഹം സത്യം പറഞ്ഞ. പക്ഷെ സുനിമോൻ ഇത് ഞാൻ ലൈവ് തുടങ്ങിയതിന് ശേഷം ഇവൻ ചെയ്തത്. ഇത് ഞാൻ ലൈവ് തുടങ്ങിയതിന് ശേഷം ചെയ്തതാണ് അവനിത്. ഞാൻ ഇവനോട് പറഞ്ഞു, ഞാൻ അയ്യോ അതുണ്ടല്ലോ ചാറ്റില് ഒരാൾക്ക് പോലും മനസ്സിൽ പോലും വിചാരിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ സത്യം അതുപോലെ ഒരു കാര്യം പറയാം. ഞാൻ ട്രെയിൻ ചെയ്യും, വാലറന്റ് ട്രെയിനിങ് എന്റെ ഭാഗമായിരിക്കും കേട്ടോ.
എല്ലാരും മറ്റേ വടി കൊത്തി അളക്കാൻ പറ്റുമോ എല്ലാരും നോക്കാം സമയത്ത് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തിട്ട് ഓരോ പ്ലെയറിന്റെ പേര് കയറും. എടാ, വടിയാ അല്ലല്ല വടി കുത്തിയാണോ കമ്പുത്തിയാണെന്നാലും അന്ന് ഞാൻ നിന്നെ അടിക്കും മനസ്സിലായോ? ഓക്കെ 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 വീഡിയോ ലാഗ് എനിക്കപ്പോ ലാഗില്ലാതെ ഒന്ന് പ്ലേ നോക്കാൻ ഒന്ന് പെട്ടെന്ന് മെയിൽ അയച്ചേ വാട്സപ്പിൽ മെയിൽ അയക്കണേ മെയിലില് പക്ഷെ ഒരു സീൻ ഉണ്ട് തന്നെ. ഒരു ടൂർണമെന്റ് വെച്ചോണ്ട് തന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞത് മോശമായി പെട്ടത് ടൂർണമെന്റ് വെച്ചൊന്നുമല്ല ഒരു തമാശ പറഞ്ഞപ്പോഴത്തേക്കും തമാശ ഇത് ഞാൻ തിരിച്ചു പറയുമ്പോ നീ തമാശ ചിരിക്കില്ല. ഇല്ല ഞാൻ തിരിച്ചു പറഞ്ഞ അന്വേഷണം വലിയ സീരിയസ് ആവും അതുകൊണ്ട് ഞാൻ പറയുന്നത്. ഗൈസ് ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ ഇപ്പൊ ശരിക്കും 8 വീക്സ് ആയി, 8 മാസമായി, അല്ല 8 മാസം 8 വീക്സ് 8 ആഴ്ചയായി. ഇത് ഞാൻ എനിക്ക് നേരത്തെ കഴിഞ്ഞ വട്ടമൊക്കെ നിങ്ങൾ ചോദിച്ചപ്പോഴും എനിക്ക് പറയണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ പറയാൻ പറ്റിയില്ല. ഞാനത് കുഞ്ഞിന്റെ ഹെഡ് ബീറ്റും അതും ഇതൊക്കെ നോക്കിയിട്ട് പറയാന്നുള്ള രീതിയിലാണ് വിചാരിച്ചിരുന്നത്. അപ്പൊ ചെക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കുന്നു. അയ്യോ എന്തോ പറയണമെന്ന് എനിക്ക് അറിഞ്ഞുവിടാ. അപ്പൊ എല്ലായിടത്തും ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞങ്ങളൊരു റിക്രൂട്ട്മെന്റ് എന്നുള്ള രീതിയിൽ ചെയ്യാന്ന് വിചാരിച്ചത്. നിങ്ങളുടെ അടുത്തൊക്കെ കൺവേ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പൊ എല്ലാരും പ്രാർത്ഥിക്കണം. അങ്ങനെ ഫൈനലി ബ്ലഷിങ് ഏടായിരിക്കും. അയ്യോ സത്യമായിട്ടും ഞാൻ ഭയങ്കരമായിട്ട് ബ്ലഷ് ചെയ്യണം. എനിക്ക് അറിഞ്ഞുവിടാം. അപ്പൊ എല്ലാവരുടെ അടുത്തും ഒന്ന് പറയണമെന്ന് തോന്നി, അതുകൊണ്ടാണ്. 18K വാച്ചിങ് ദ സ്ട്രീം ഗൈസ്. എല്ലാവർക്കും വെൽക്കം ടു ദ സ്ട്രീം. എല്ലാവർക്കും വെൽക്കം. ഞാൻ ഓൾറെഡി കുഞ്ഞിന്റെ കാര്യം അറിഞ്ഞപ്പോ തന്നെ ഞാൻ കുറെ പേരെ വിളിച്ച് പറഞ്ഞായിരുന്നു. ഞാൻ കാസ്ട്രോയെ വിളിച്ച് പറഞ്ഞു,